നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ടവർക്കും സന്തോഷത്തിൻ്റെ, സമാധാനത്തിൻ്റെ, ഐശ്വര്യത്തിൻ്റെ ഒരു പുതുവർഷം ആശംസിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് കേരള PSCയുടെ 29/12/2023 ഗസറ്റ് വിജ്ഞാപന പ്രകാരം 179 കാറ്റഗറികളിൽ വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പറയുന്നത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. 2023 ഡിസംബർ 29 ഗസറ്റ് വിജ്ഞാപന പ്രകാരം 179 കാറ്റഗറികളിലാണ് PSC വിജ്ഞാപനം വന്നിട്ടുള്ളത്. അതിൽ LP UP അധ്യാപകർ, തദ്ദേശ സ്ഥാപനങ്ങളിൽ സെക്രട്ടറി, SI, പോലീസ് കോൺസ്റ്റബിൾ, സെക്രട്ടേറിയറ്റ് അല്ലെങ്കിൽ PSC ഓഫീസ് അറ്റൻഡൻറ്റ്, LD ടൈപ്പിസ്റ്റ്, വാട്ടർ അതോറിറ്റി, ജൂനിയർ കോഓപ്പറേറ്റീവ് ഇൻസ്പെക്ടർ, ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ, അസിസ്റ്റൻറ്റ് ഇൻഫർമേഷൻ ഓഫീസർ, സർവേയർ, വാട്ടർ അതോറിറ്റി എന്നിങ്ങനെ വിവിധ തസ്തികകളിലേക്കുള്ള വിജ്ഞാപനമാണ് വന്നിട്ടുള്ളത്. അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി 31/1/2024 രാത്രി 12 മണി വരെയാണ്. ഈ വിജ്ഞാപനത്തിൻ്റെ വിശദമായ രൂപം നമുക്ക് www.keralapsc.gov.in എന്ന വെബ്സൈറ്റ് വഴി മനസ്സിലാക്കുവാൻ സാധിക്കും. അപ്പോൾ അപേക്ഷ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റായ www.keralapsc.gov.in എന്ന വെബ്സൈറ്റ് വഴി ഒറ്റത്തവണ രജിസ്ട്രേഷൻ പ്രകാരം രജിസ്റ്റർ ചെയ്തതിന് ശേഷമാണ് അപേക്ഷിക്കേണ്ടത്. അപ്പോൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾ അവരുടെ യൂസർ IDയും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്തതിന് ശേഷം സ്വന്തം പ്രൊഫൈലിലൂടെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഓരോ തസ്തികയ്ക്ക് അപേക്ഷിക്കുമ്പോഴും പ്രസ്തുത തസ്തികയോടൊപ്പം കാണുന്ന നോട്ടിഫിക്കേഷൻ ലിങ്കിൽ അപ്ലൈ നൗവിൽ മാത്രം ക്ലിക്ക് ചെയ്ത് അപേക്ഷ സമർപ്പിക്കുകയാണ് വേണ്ടത്. ഇപ്പോൾ നമുക്ക് വെബ്സൈറ്റിൽ ഈ നോട്ടിഫിക്കേഷൻ പരിശോധിക്കുമ്പോൾ നമുക്ക് ഓരോ തസ്തികയുടെയും ശമ്പള സ്കെയില്, ഒഴിവുകളുടെ എണ്ണം, നിയമന രീതി, പ്രായപരിധി, യോഗ്യതകൾ എന്നിവയൊക്കെ വിശദമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ട് എഴുത്ത് പരീക്ഷയോ ഓൺലൈൻ പരീക്ഷയോ ഒക്കെ നടത്തുകയാണെങ്കിൽ പരീക്ഷ എഴുതുന്നവർ സ്ഥിരീകരണം, അതായത് കൺഫർമേഷൻ കൊടുക്കേണ്ടതാണ്. കൊടുക്കാനുള്ള അറിയിപ്പ് ലഭിക്കുമ്പോൾ കൺഫർമേഷൻ കൊടുത്തവർക്ക് മാത്രമാണ് പരീക്ഷ എഴുതാൻ അവസരം നൽകുക. അപ്പോൾ ഈ 2024 തുടക്കത്തിൽ തന്നെ പുതിയ ജോലികൾക്ക് വേണ്ടി, സർക്കാർ ഉദ്യോഗങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വളരെയേറെ പ്രതീക്ഷ നൽകുന്ന വിജ്ഞാപനമാണ് വന്നിട്ടുള്ളത്. ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് പുതുവർഷം ഒരു പരീക്ഷാ വർഷം തന്നെയായിരിക്കും. നമുക്കറിയാം, നിരവധി തസ്തികകൾക്ക് 2023 വിജ്ഞാപനം വന്നിട്ടുണ്ട്. വിവിധ വകുപ്പുകളിലെ LD ക്ലർക്ക്, ലാസ്റ്റ് ഗ്രേഡ് സർവൻറ്റ്, അങ്ങനെ ഒട്ടനവധി തസ്തികകളിലേക്ക് ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് ശേഷം വിജ്ഞാപനങ്ങൾ വന്നിട്ടുണ്ട് 2023. അപ്പോൾ അതിൻ്റെ പരീക്ഷകളെല്ലാം 2024 നടക്കാനാണ് സാധ്യത. പ്രത്യേകിച്ച് LDCയുടെ പരീക്ഷയൊക്കെ 2024 തന്നെ നടക്കും എന്നാണ് അറിയുന്നത്. അപ്പോൾ എല്ലാവരും ഈ അവസരം പ്രയോജനപ്പെടുത്താൻ പരിശ്രമിക്കുക. വിശദമായ വിവരങ്ങളുമായി പുതിയ വീഡിയോയിലൂടെ വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.